ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളി ഒരു വെണ്ടയ്ക്ക കറി കേട്ടോ. തേങ്ങ വറുത്തരച്ച് എങ്ങനെ വെണ്ടയ്ക്ക കറി വെക്കണേന്ന് നോക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് വെണ്ടയ്ക്ക കറി വെക്കണേന്ന് നോക്കാം. നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ വെണ്ടയ്ക്ക തീയിലിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാണ്ട് ഞാൻ വെണ്ടയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 10-15 ചുമന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, 4-5 ചുമന്നുള്ളി, അതുപോലെ ഒരു കരിയാപ്പില. നമുക്കൊരു പാൻ അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും തേങ്ങയും കരിയാപ്പില ഇട്ട് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിലൊന്ന് മൂപ്പിച്ചെടുക്കണം. കരിഞ്ഞ് പോകാതെ തന്നെ നമുക്കിത് വറുത്തെടുക്കണം കേട്ടോ. ചുവന്നുള്ളിക്ക് പകരം നിങ്ങൾക്ക് സവാള വേണമെങ്കിൽ ചേർക്കാം, പക്ഷേ സവാളയെക്കാളും ടേസ്റ്റ് ചുവന്നുള്ളിയാണ്. ഇനി ചുവന്നുള്ളി ഇല്ലെങ്കിൽ കുഴപ്പമില്ല, സവാള ആയാലും മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇത് കരിഞ്ഞ് പോകാതെ ഒന്ന് വറുത്തെടുക്കാമേ. അതുപോലെ തന്നെ വെണ്ടയ്ക്ക, പിഞ്ച് വെണ്ടയ്ക്കയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. അപ്പോൾ നല്ല ഏകദേശം മൂത്ത് വരുന്നുണ്ട്. ഇതൊന്ന് മൂക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം. ഉലുവയും കൂടി ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും ഒന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണേ. ഇത് നല്ലതുപോലെ മൂത്ത് വന്ന ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 സ്പൂൺ എരിയുള്ള മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് തന്നെ മൂപ്പിച്ചെടുക്കാം, കരിഞ്ഞു പോവല്ലേ. ഇത് നല്ലതുപോലെ മൂപ്പിച്ച ശേഷം ചൂടാറിയ ശേഷം നമുക്ക് മിക്സിയിൽ അരച്ചെടുക്കാമേ. ഇനി നമുക്ക് ഒരു കടായി വെച്ച് കൊടുക്കാം. കടായി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഈ വെണ്ടയ്ക്ക് ഒരു വഴുവഴുപ്പുള്ള ഒന്ന് മാറി കിട്ടണേ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറി ഉണ്ടാക്കി എടുക്കുമ്പോൾ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന ചുമന്നുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചുമന്നുള്ളിയും കരിയാപ്പിലയും ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നമുക്ക് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇളക്കി കൊടുത്ത ശേഷം ഇതിൻ്റെ വഴുവഴുപ്പെല്ലാം മാറിയ ശേഷം വേണം നമുക്ക് അരപ്പിട്ട് കൊടുക്കാൻ. അപ്പോൾ ഹൈ ഫ്ലെയിമിലാട്ടോ ഞാൻ ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത്. നല്ലതുപോലെ ചൂട് കയറി നല്ലതുപോലെ ഹൈ ഫ്ലെയിമിലിട്ട് നമ്മളിത് എങ്ങനെയാണ് ചെയ്തെടുക്കുമ്പോൾ ഇതിൻ്റെ ഉണ്ടല്ലോ അതെല്ലാം മാറും കേട്ടോ. അങ്ങനെ ആക്കിയ ശേഷം കറി വയ്ക്കുന്നതാണ് ടേസ്റ്റ്. കണ്ടോ, ഇപ്പോൾ ഏകദേശം എല്ലാം മാറി വന്നിട്ടുണ്ട് കണ്ടല്ലോ. ഇതുപോലെ ആയ ശേഷം വേണം കേട്ടോ നമ്മൾ അരപ്പൊഴിച്ച് കൊടുക്കാൻ. അപ്പോൾ ഇനി നമുക്ക് അരച്ച് വെച്ചേക്കുന്ന അരപ്പിപ്പോൾ ഒഴിച്ച് കൊടുക്കാം. അരപ്പൊഴിച്ച ശേഷം വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ചേർത്ത് ഒഴിച്ച് കൊടുക്കാമേ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അതിലേക്ക് ശകലം വാളംപുളി ആട്ടോ പിഴിഞ്ഞൊഴിക്കുന്നത്. അതും കൂടെ ഒഴിച്ച ശേഷം ഒരു 1/2 സ്പൂൺ ഉപ്പും കൂടെ ഇട്ട ശേഷം നമുക്ക് ഇളക്കി നമുക്ക് വേവാൻ വയ്ക്കാം. തിളയ്ക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിരിക്കട്ടെ. നല്ലതുപോലെ തിളച്ച ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതിയേ. അപ്പോൾ നല്ലതുപോലെ തിളച്ച ശേഷം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് വേവിച്ചെടുക്കാമേ. അപ്പോൾ നല്ലതുപോലെ ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് വീണ്ടും അടച്ച് വയ്ക്കാം. അപ്പോൾ ഈ ലോ ഫ്ലെയിമിലിരുന്ന് നല്ലതുപോലെ ഇത് കറി വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ വേവുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കിയപ്പോൾ ഉപ്പ് കുറവായതുകൊണ്ട് ഞാൻ ശകലം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കിയ ശേഷം നമുക്ക് വീണ്ടും അടച്ച് വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ ഏകദേശം നല്ലതുപോലെ പറ്റി വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റാട്ടോ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഉപ്പ് കുറവാണെങ്കിൽ പിന്നീട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതിൻ്റെ ഉപ്പൊക്കെ കറക്റ്റാണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കടുക് വറക്കാം. ഞാൻ പക്ഷേ ആദ്യമേ കടുക് വറുത്തത് കൊണ്ട് ഇപ്പോൾ ലാസ്റ്റ് കടുക് വറക്കുന്നില്ല കേട്ടോ. അതെങ്ങനെ വേണമെങ്കിലും ചെയ്യാമേ. ഇപ്പോൾ നല്ലതുപോലെ എണ്ണ തെളിഞ്ഞ ശേഷം വേണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ. ഇപ്പോൾ നമ്മുടെ കറിയെല്ലാം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയേ. ആ തേങ്ങ വറുത്തെടുക്കുന്നത് നേരം മാത്രം മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് വെണ്ടയ്ക്കത്തിയിൽ ഇങ്ങനെ ഉണ്ടാക്കിയ ചോറിനോടെ കഴിക്കാൻ വേറെ ഒരു കറിയും വേണ്ട. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്ത് നോക്കണം. അതുപോലെ വീഡിയോ കണ്ടാൽ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ്സ് ഇടാൻ മറക്കരുത്. ഇതുവരെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക തീയിൽ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.